ഹായ് നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ 1/2 കിലോ ബീഫ് നന്നായി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം വെളിച്ചെണ്ണ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ സ്പൂൺ നിറച്ച് കുരുമുളക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിന് 1 ടീസ്പൂൺ ഇപ്പോൾ നമുക്ക് ചേർക്കാം, ബാക്കി കറിയിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഈ പീസസിലെല്ലാം മസാലകൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകണം. നന്നായി പിടിച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അതിനായി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചു. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി വയ്ക്കുക. ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, നന്നായി മൂത്ത തേങ്ങ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഈ തേങ്ങാക്കൊത്തും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, ഞാൻ വലിയ സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. സവോള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 10-20 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഉള്ളികളൊന്ന് ചെറുതായിട്ട് കുക്കായി കിട്ടുന്നതിനായി നമുക്കൊരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ, ഈ ഉള്ളി ഒരു ചെറിയ കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ, കുരുമുളകും പെരുംജീരകവും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്താണ് ബീഫ് നമ്മൾ കുക്ക് ചെയ്തത്. അതുകൊണ്ട് ഇനി കുറച്ച് ചേർത്താൽ മതി. ഒരു 1/2 കിലോ ബീഫിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് 1 വലിയ സ്പൂൺ നിറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന മണം വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായതാണ്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനായി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇനി വേവിക്കരുത്, മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു, ലെമൺ ജ്യൂസ്. ഇനി നമുക്കത് അടച്ച് വെച്ച് പതിയെ ഒന്ന് വേവിച്ചെടുക്കണം. തിളച്ച് കുറുകി വറ്റി നന്നായിട്ട് റോസ്റ്റായി കിട്ടണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഒപ്പം ചേരണം, മീറ്റിനൊപ്പം ചേരണം. അപ്പോഴേ റോസ്റ്റ് നല്ല
ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ സ്ലോലിയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ചതച്ച് വെച്ചിട്ടുള്ള ബാക്കി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുരുമുളകൊക്കെ വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഇത്ര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, 2-3 പച്ചമുളക്, 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുത്തു. നല്ലൊരു മണം വരുന്നുണ്ട്. ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.